എന്താ പടം? ഏത് ജോണറ പടം? പടം ഏത് ജോണറ? ത്രില്ലറാണ്. സൗബിന്റെ ഒക്കെ പെർഫോമൻസ് ഈ മഞ്ഞുമൽ ബോയ്സ് ഒരു ബ്ലോക്ക് ആവും. എത്രത്തോളം ഇതുണ്ടോ? എത്രത്തോളം വർക്കൗട്ട് ആവോ? ഏത് ജോണറ പടം? ത്രില്ലറാണോ? ഒരു ക്രൈം ത്രില്ലറാണ്, സസ്പെൻസ് ആണ്, ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ടെന്താ? സൗബിക്കയുടെ അഭിനയം കൊള്ളാം. എങ്ങനെ ത്രില്ലറാണോ പടം? കുറച്ച് ത്രില്ലർ പ്ലസ് കോമഡി. സൗബിനൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഏത് ജോണറ? ത്രില്ലറാണോ പടം? ത്രില്ലർ പടം തിയേറ്ററിൽ സർവൈവ് ചെയ്യും? കുറച്ചാള് പോകും, അധികം ഓടുമെന്ന് തോന്നില്ല, എന്നാലും കുറച്ചാള് പോകും. എങ്ങനെ അതിന്റെ ഏറ്റവും അടിപൊളിയായിരുന്നു? അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ ഡയറക്ഷൻ, അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷേ അധികം നാൾ ഓടുമെന്ന് തോന്നുന്നില്ല. നല്ല സിനിമയാണ്. പടം ഫസ്റ്റ് ഹാഫ് അത്ര വലിയ രസമില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നപ്പോ ചെറുതായിട്ടൊക്കെ വന്ന് പിടിച്ചു വന്നു. ഒരു കള്ള് ഷാപ്പൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കൊലപാതകം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുഴപ്പമില്ലാതെ പോയി. അല്ല, എങ്ങനെ കാസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ ഡയറക്ഷൻ, അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അത് ഏതാ അടിപൊളിയായി തോന്നി? ഏതാ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു? കാസ്റ്റിംഗ് എനിക്ക് അത്ര വലിയ തോന്നുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ എങ്ങനെയൊക്കെ ഓടിപ്പോയി. എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മാറി. പിന്നെ ക്ലൈമാക്സിൽ ഒരു മിസ്റ്റേക്ക് സോൾവ് ചെയ്യുന്ന ക്ലൈമാക്സിൽ ബേസിന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. സൗബിൻ ക്ലൈമാക്സിലൊക്കെ ഫുൾ സ്റ്റോ ഷീൽ ചെയ്യുന്ന പോലെയാണ് സൗബിൻ. ഓവറോൾ അടിപൊളിയാണ്. പടം ഹിറ്റാണ്. കുറേ അഭിപ്രായങ്ങളുണ്ട് പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ബേസിൽ ജോസഫിൻ്റെ അഭിനയത്തിനോട് എനിക്ക് അതായത് സെയിം ആറ്റിറ്റ്യൂഡ് തന്നെ തുടരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമകളിലും അദ്ദേഹം സെയിം ഇതിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നു. ഏത് ജോണറ പടം? ത്രില്ലറാണോ? ത്രില്ലറാണ് വേണേ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിരുന്നു. അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ ബേസിന്റെ ആയാലും സൗബിന്റെ ആയാലും എല്ലാവരും അഭിനയം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ സർവൈവ് ചെയ്യും? ചെയ്യണമായിരിക്കും, ബേസിലുണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏറ്റവും അടിപൊളിയായി തോന്നുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ കാസ്റ്റിംഗ്, അതിന്റെ ഡയറക്ഷൻ, ഇതിൽ ഏറ്റവും ഒരുപടി മുന്നിൽ നിൽക്കണം എന്നായിട്ട് തോന്നി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. മറ്റേ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, മിസ്റ്ററി എലമെന്റ് ഉണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ നടിക്ക് വലിയതായിട്ട് റോളുള്ളതായിട്ട് തോന്നിയില്ല, എന്നാലും കൊള്ളായിരുന്നു എല്ലാവരും. പിന്നെ മറ്റേ മറിമായത്തിന് മറ്റേ പുള്ളിയില്ലേ, കോയെന്ന് പറയുന്നത്, പുള്ളിയുടെ കുറച്ച് സെറ്റിലായിട്ടുള്ള അഭിനയം ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ അതൊക്കെ സൂപ്പറായിരുന്നു. ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമോ? അതിന് ചാൻസ് കുറവാണ്, അത്രയും വരുമെന്നറിയില്ല. മഞ്ഞുമൽ ബോയ്സിൻ്റെ അത്രയും പറ്റില്ല, പക്ഷേ ഹിറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബേസിലുള്ളതുകൊണ്ട് എന്തെങ്കിലും കാണാമായിരിക്കും. സൗബിൻ അടിപൊളിയാണോ? ബേസിലോ? അടിപൊളിയാണ്. ത്രില്ലറാണോ പടം? ത്രില്ലറാണോ?